Thank you, sir. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning. നല്ല ഫ്രഷ് ആയി കാണുന്നുണ്ട്. Good morning. ഫ്രഷ് ആയിട്ടുണ്ട്. Good morning. Morning. മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ആക്കാം. നമുക്ക് കുറച്ചും കൂടി ഈസി ആവും, ഹെൽപ്ഫുൾ ആവും, ആൻഡ് ഓൾസോ ലൈവ്ലി ആവും. Okay then. Thank you for the another wonderful morning. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് കാം ആൻഡ് കോസി അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുകയാണ് അല്ലേ? Okay, ma'am. Thank you. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, നമ്മൾ ഇന്നലെ എടുത്ത ടോപ്പിക്കിന്റെ റിമൈനിങ് പോർഷൻ തന്നെയാണ് ഇന്നുള്ളത്. വിഷൻ ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയില് നമ്മൾ എന്താവും എന്നുള്ളതിന്റെ വിഷൻ. ആഫ്റ്റർ 1 year, ആഫ്റ്റർ 2 year, ആഫ്റ്റർ 5 years, അല്ലെങ്കിൽ 10 years കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരായിരിക്കും, നമ്മൾ എന്തായിരിക്കും, നമ്മൾ എവിടെ ആയിരിക്കും, നമ്മളിപ്പോ വിഷ്വലൈസ് ചെയ്തല്ലോ. അതുപോലെ നമ്മൾ എന്തായിരിക്കും എന്നുള്ള ധാരണ കൃത്യമായി ഇന്ന് തന്നെ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഈസി ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ചലഞ്ചസുകളെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും അല്ലെ? അതിനെപ്പറ്റി ഇന്നലെ നമ്മൾ കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ അങ്ങനെ വിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ നമുക്ക് അങ്ങനെ ഒരു ഫ്യൂച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളെ പറ്റിയെല്ലാം നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു അല്ലേ? ഓക്കെ, ദെൻ നമ്മുടെ ഇവിടെ
അതുപോലെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ടു. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാര്യം ചെയ്ത് തീർത്തിരിക്കും എന്ന് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാൾ. അതായത് 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത്ര കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ആയി ഞാൻ ഈ ഒരു പൊസിഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്റെ സറൗണ്ടിങ്സ് എന്താണ്, എന്റെ പൊസിഷൻ എന്തായിരിക്കും, എന്റെ കരിയർ എന്തായിരിക്കും, എന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തായിരിക്കും, എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്തായിരിക്കും, ഇങ്ങനെ എല്ലാം വളരെ കൃത്യമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും പറയാനുണ്ടോ? യെസ്, യു ക്യാൻ ഷെയർ. വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങളെ എത്രത്തോളം അത് മോട്ടിവേറ്റ് ആക്കുന്നോ അത് കേൾക്കുന്നവരെയും മോട്ടിവേറ്റ് ആക്കും. യെസ്, ഇവിടെ പറഞ്ഞ റീഡിങ് ഹാബിറ്റ്. മാഡം ജമിലയാണ്. എങ്ങനെയാ? ഞാൻ കൊടിയത്തൂരിലുള്ള സ്വദേശിയാണ്. എൻ്റെ പേര് ജമീല. ഞാന് ഓക്കെ. ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ബിസിനസ് ചെയ്യാണ്. ആ ബിസിനസ്സിൽ ആഴ്ചയിൽ 2,10,000 ഞാൻ 2 വർഷത്തിൻ്റെ അകം വാങ്ങിക്കും. ഇതിനെയാണ് എക്സ്ട്രീം ലെവൽ ഓഫ് മോട്ടിവേറ്റഡ് ഫ്യൂച്ചർ വിഷൻ എന്ന് പറയുന്നത്. Yes, അങ്ങനെ madam. ഒരു ഗോള് നമുക്ക് വേണം. അങ്ങനെ ഒരു ഗോള് നമുക്ക് വേണം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സറൗണ്ടിങ്സ് എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, നമ്മൾ എത്ര രൂപ വരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സേവ് ചെയ്യും, നമ്മൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, അതിന്റെ കംപ്ലീറ്റ് വിഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു രീതിയിലെ സ്റ്റെപ്പ് ബാക്സ് ഉണ്ടാവില്ല. നമുക്ക് പിന്തിരിയാൻ തോന്നില്ല. നമ്മൾ ആൾവേസ് വർക്കിംഗ് ആയിരിക്കും. എപ്പോഴും അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. മടുപ്പ് തോന്നില്ല, മടി തോന്നില്ല, വയ്യ എന്നുള്ള അങ്ങനെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് അവിടെ, ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും നമുക്ക് അവിടെ ഫീൽ ചെയ്യില്ല. ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും നമുക്ക് അവിടെ ഫീൽ ചെയ്യില്ല. ബിക്കോസ് നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായ ഒരു എയിം ഉണ്ട്. വളരെ കൃത്യമായ ഒരു എയിം നമ്മുടെ മുന്നിലുണ്ട്. ഇത്ര സമയം കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. എനിക്ക് ഈ രീതിയിലുള്ള ഹാബിറ്റ്സ് വന്നിട്ടുണ്ടായിരിക്കും. ആ ഹാബിറ്റ് കൊണ്ട് ഞാനൊരു ഹാബിറ്റ് ഞാൻ നേടിയെടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ റീഡിങ് ഹാബിറ്റ് പറഞ്ഞു. ആ ഹാബിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരിക്കും. ദെൻ നമുക്ക് ആ ഒരു വിഷൻ നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അതിനു വേണ്ടി വർക്ക് ചെയ്യും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകും. അവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യം, നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു വിഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് തോന്നില്ല. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പറ്റുന്ന പ്രശ്നമാണ് ചെറിയ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരുമ്പോ നമുക്ക് അവിടെ ഫ്രസ്ട്രേഷൻ വരും, അല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വരും, മടി തോന്നും, വയ്യ തോന്നും, ഞാൻ കുറെ ശ്രമിച്ചതല്ലേ എന്നെ കൊണ്ട് നടക്കുന്നില്ല തോന്നും. ഇങ്ങനെയുള്ള എല്ലാ തരം ബ്ലോക്സും നമുക്ക് അവിടെ മാറിക്കിട്ടും. ബിക്കോസ് നമ്മുടെ മുന്നിൽ ഒരു എയിം ഉണ്ട്. ആ എയിമിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളത് നമ്മൾ വിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറുതെ പറയുക മാത്രമല്ല ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് എന്നല്ല പറയുന്നത്, ഞാൻ അങ്ങനെ ആവും എന്നാ പറയുന്നത്. നമ്മളത് കാണുകയാണ്. നമ്മളൊരു കാര്യം അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ലോകം മൊത്തം നമ്മുടെ കൂടെ പരിശ്രമിക്കും എന്നാ പറയാ. നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം നമുക്ക് അനുകൂലമായി വരും. നമ്മുടെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ
ഒരു ആഗ്രഹത്തിന് വേണ്ടി അനുകൂലമായി വരും. ബിക്കോസ് വി ആർ ഹാർഡ് വർക്കിംഗ് ഫോർ ദാറ്റ്. വി നീഡ് ദാറ്റ്. നമുക്കത് ആവശ്യമുണ്ട്. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് തന്നെ സാഹചര്യമാണെങ്കിലും നമ്മൾ പിറകോട്ട് നിൽക്കില്ല എന്നുള്ള ഒരൊറ്റ എയിം കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോണേ. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നിനും ഏതിനും നമ്മളെ തളർത്താൻ കഴിയില്ല. നമ്മുടെ മുന്നിൽ ഒരു കൃത്യമായ എയിമുണ്ട്. ഇതാണ് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഒരു ഫ്യൂച്ചർ വിഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങള്. then അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഒരു ഫ്യൂച്ചർ സെറ്റ് ചെയ്യാന് അല്ലെങ്കിൽ വിഷൻ ചെയ്തു എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, കാരണം നമുക്ക് ആ ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ കോർ വാല്യൂസും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പോവാന്. ജസ്റ്റ് ഒരു വിഷൻ മാത്രമല്ല, ജസ്റ്റ് ഒരു ഡ്രീം മാത്രമല്ല, അല്ലെങ്കിൽ അക്കാദമിക് വൈസോ കരിയർ വൈസോ റിലേഷൻഷിപ്പ് വൈസോ മാത്രമല്ല, നമുക്ക് എല്ലാം നമ്മുടെ കൂടെ വേണം. അപ്പൊ ഇതെല്ലാം കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റി ബേസ്ഡ്, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാവണമെങ്കിൽ എന്താണ് കോർ വാല്യൂസ്, നമ്മുടെ കോർ വാല്യൂസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വാല്യൂസ് എന്താന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സോ ദെൻ എന്താണ് കോർ വാല്യൂസ്? നമ്മുടെ വിശ്വാസങ്ങള്, നമ്മളെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം നമ്മുടെ ബിഹേവിയറിനെയും ഡിസിഷനെയും ഒക്കെ മേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ദെൻ അതെപ്പോഴും നമ്മുടെ കൂടെ വേണം. അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതിൽ ഒരുപാട് ഇപ്പൊ കോർ വാല്യൂസിലെ എക്സാമ്പിൾസ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്റഗ്രിറ്റി ഉണ്ട്, ഫ്രീഡം ഉണ്ട്, ഫാമിലി ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മുടെ കൂടെ എന്നും കൂടെ ഉണ്ടാവണം, നമ്മളൊരു ഹാബിറ്റിന്റെ ഭാഗമായിട്ട്, ബിഹേവിയറിന്റെ ഭാഗമായിട്ട്, പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട്, ലൈഫിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പൊ അതിനെയാണ് കോർ വാല്യൂസ് എന്ന് പറയുക. ആ കോർ വാല്യൂസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ വിഷൻ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്ന ഗോള് എന്താണോ ആ ഒരു ഗോളിന്റെ കൂടെ അലൈൻ ചെയ്തുകൊണ്ട് ഈ ഒരു കോർ വാല്യൂസ് ഇൻക്ലൂഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് മടുത്തു പോകും. കാരണം നമ്മൾ മാത്രം വളർന്നാൽ പോരാ, നമ്മുടെ ഇഷ്ടങ്ങളും അതിന്റെ കൂടെ, ഇഷ്ടപ്പെട്ട മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ കൂടെ വളരണം. നമ്മൾ മാത്രം ഒരു പേഴ്സൺ കരിയർ വൈസ് ഇംപ്രൂവ് ചെയ്തു, അക്കാദമിക് വൈസ് ഇംപ്രൂവ് ചെയ്തു, അതിൽ സക്സസ്ഫുൾ ആയി, ദെൻ സക്സസ്ഫുൾ ആവോ? ഇല്ല. നമ്മുടെ കൂടെയുള്ള മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ കൂടെ അതുപോലെ തന്നെ വളർന്നു വരണം. നമ്മൾ എവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും വളർന്നു വന്നിരിക്കണം. അപ്പോഴേ അവിടെ സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോർ വാല്യൂസിനെ അലൈൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഡിസിഷൻ മേക്ക് ചെയ്യാനാണെങ്കിൽ ഈ കോർ വാല്യൂസ് നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ അതിനെ കൂടി അലൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ കഴിയും. ഒന്നിനെയും ബാധിക്കാത്ത രീതിയിൽ വളരെ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിക്കും. ഡിസിഷൻ മേക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മളൊരു കൃത്യസമയത്ത് എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അത് ശരിയായ തീരുമാനമാണെങ്കിലും തെറ്റായ തീരുമാനമാണെങ്കിലും തന്നെ ആൾവൈസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായാൽ, നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായാൽ, നമുക്ക് സമാധാനം ലഭിക്കുന്ന, സ്ട്രെസ്ഫുൾ അല്ലാത്ത ലൈഫിൽ തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു തീരുമാനങ്ങളിൽ നിന്ന്, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് റിഗ്രറ്റ്സ് ഉണ്ടാവില്ല, നമുക്ക് ഫെയിലിയർ ഉണ്ടാവില്ല, നമ്മൾ ഹാപ്പി ആവും. നമ്മുടെ ഇന്നർ കോഡിൽ ഒക്കെ ഞാൻ എടുത്ത ഈ തീരുമാനം വളരെ ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നിടത്തോളം നമ്മൾ ഹാപ്പി തന്നെ ആയിരിക്കും. നമ്മളെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ആക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ വെറുതെ ഇരിക്കാൻ തോന്നിപ്പിക്കില്ല. എപ്പോഴും നമുക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. കോർ വാല്യൂസ്, ഇന്റഗ്രിറ്റി, എപ്പോഴും സത്യസന്ധതയോടെ കൺസിസ്റ്റൻസി
ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു കോർ വാല്യൂ ആണ്. അത് നമുക്കുണ്ടോ? നമുക്ക് അതൊരു നിർബന്ധമാണോ? നമ്മുടെ ലൈഫിൽ സത്യസന്ധതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് നിർബന്ധമാണോ? സോ ദെൻ അതിനനുസരിച്ചിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് അലൈൻ ചെയ്തിട്ടുള്ള ഗോൾ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. സത്യസന്ധതയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾ വേണം സെറ്റ് ചെയ്യാൻ. ഫ്രീഡം, ഹാവിങ് എബിലിറ്റി ടു മേക്ക് യുവർ ഓൺ ചോയ്സസ്. നമ്മുടെ സ്വന്തം തീരുമാനം, നമുക്ക് സ്വയമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രയോറിറ്റി. അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണോ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണോ? ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണോ ഇമ്പോർട്ടൻസ്? ദെൻ അതിനനുസരിച്ചുള്ള ഗോൾ വേണം സെറ്റ് ചെയ്യാൻ. അവിടെ നമുക്ക് വേറെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ എത്തിയതിനു ശേഷം വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന അവസ്ഥ വന്നാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഉള്ള ദാറ്റ് കൈൻഡ് ഓഫ് ഫ്രീഡം ഉള്ള രീതിയിലാണ് നമ്മുടെ കോർ വാല്യൂ വരുന്നത് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഗോൾ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ഫാമിലി സപ്പോർട്ട്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണെങ്കിൽ ഫാമിലിയാണ് എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബിക്കോസ് നമ്മൾ എവിടെ എത്തുന്നോ അതിന്റെ കൂടെ നമ്മുടെ ഫാമിലിയും വേണം. സോ അതിന് നമ്മള് ഫാമിലി സപ്പോർട്ട് നമ്മുടെ കൂടെ വേണം. ഫാമിലിയെ നമ്മളും സപ്പോർട്ട് ചെയ്യണം. അതിനനുസരിച്ചിട്ട് അവർക്കും ഫേവറബിൾ ആവുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരെയും വളരാൻ സഹായിക്കുന്ന രീതിയിലുള്ള, സ്ട്രെസ്ഫുൾ അല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ ലഭിക്കുന്ന, അവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന, നമ്മളെ കൊണ്ട് അവർക്ക് മനസ്സിലാക്കിപ്പിക്കാൻ, ഓക്കെ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷൻസ് ഉണ്ട്, then I need your support എന്ന് നമുക്ക് ഫാമിലിയോട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾ സെറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വളരുന്നതിന്റെ കൂടെ അവരും വളരും. സോ then വളർച്ചയുടെ മാധുര്യം കുറച്ച് കൂടി വരും. വളർന്നു കഴിയുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളെ സറൗണ്ടിങ്സും വളർന്നിട്ടുണ്ടാവും. സോ then അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഹെൽത്ത്, നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെ ഹെൽത്ത് വേണം. ഹെൽത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് നമ്മുടെ ആ ഒരു ലൈഫിനെ ബാധിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വിഷൻ ഉണ്ട്, ഫ്യൂച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മുടെ ഹെൽത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ല നേട്ടമുണ്ടോ? നമ്മൾ അത്രയും സമയം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ഗോള് നേടിയെടുത്തു, അപ്പോഴേക്കും നമ്മുടെ ആരോഗ്യമൊക്കെ നശിച്ചു പോയി. ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന കാര്യമാണ്. വിഷൻ ഉണ്ടായിരിക്കും, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു സമയത്ത് എത്തുമ്പോഴേക്കും ഒരുപാട് രോഗങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ അത് സംഭവിക്കുന്നത് പ്രവാസികൾക്കായിരിക്കും. ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞ് അവരുടെ നേട്ടങ്ങളെല്ലാം അവർ നേടിയെടുക്കും, ബട്ട് ആരോഗ്യം കൂടെ ഉണ്ടാവില്ല. ബിക്കോസ് ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യാണ്ട് ഹെൽത്ത് നമ്മുടെ കൂടെ ഇല്ലാതെ നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടും എന്ത് തന്നെ സക്സസ്ഫുൾ ആയിട്ടും ഹെൽത്ത് ഇല്ലാണ്ട് സക്സസ്ഫുൾ ഒരിക്കലും സെറ്റാവില്ല. ഞാൻ ഹെൽത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റൈസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ക്രിയേറ്റിവിറ്റി, നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ന്യൂ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോൾ സെറ്റിംഗിൽ അലൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത്, ന്യൂ ലേണിംഗ്, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, എന്നും പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ ടെക്നോളജീസ് പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ഓരോ ടെക്നോളജീസ് ഇംപ്രൂവ് ചെയ്യുന്ന കാലമാണ്, ടെക്നോളജിയുടെ സമയമാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? അപ്ഡേറ്റഡ് ആവുക, അപ് ടു ഡേറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. മുമ്പ് ഇന്റർനെറ്റ് മാത്രമായിരുന്നെങ്കിൽ പിന്നെ സ്മാർട്ട് ഫോണും അതിന്റെ അപ്പുറത്തോട്ട് എല്ലാതും എത്തി. ഇത് അതിൽ നിന്നും മാറി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോട്ട് എത്തി. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക, നമ്മുടെ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് ChatGPT, ജെമിനി ഇതെല്ലാം നമ്മുടെ ലൈഫിലോട്ട് കയറി വന്നു. നമ്മുടെ ലൈഫ് കുറച്ചുകൂടി നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഈസി ത്രൂ ആക്കി. പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ അറിയണം, നമ്മളത് കൃത്യമായ രീതിയിൽ യൂസ് ചെയ്യണം. ദെൻ ടെക്നോളജി നമ്മൾ പഠിക്കണം, എന്താണ് ടെക്നോളജി. ദെൻ കുറച്ച് സമയം കഴിഞ്ഞാൽ ആഫ്റ്റർ 1 or 2 years
ഇതെല്ലാം മാറി. ഇപ്പോഴുള്ള ഈ ഒരു നിലവിലുള്ള ടെക്നോളജീസ് മാറിയിട്ട് പുതിയത് വരും, പുതിയ കാര്യങ്ങൾ വരും. അപ്പോഴേക്കും അത് പഠിക്കണം. എന്താണോ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത് അത് പഠിക്കുക. ആക്റ്റീവായിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കെല്ലാം പഠിച്ചു കഴിഞ്ഞു ഞാനെല്ലാം കംപ്ലീറ്റ് ആയി എന്നല്ല, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേ നമുക്ക് നമ്മുടെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് അവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ കരിയറിലാണെങ്കിലും നമ്മുടെ അക്കാദമിക് വൈസ് ആണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവണം, ചെയ്യണം. ദെൻ ആൾവേസ് എപ്പോഴും വരുന്ന എല്ലാ അപ്ഡേഷൻസും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. റെസ്പെക്റ്റ്, നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ വളർച്ചയോടുകൂടെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാന്, നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാന്, ഇതെല്ലാം നമ്മുടെ കോർ വാല്യൂസിന്റെ ഭാഗമാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഗോൾ സെറ്റിയിൽ അലൈൻ ചെയ്തിട്ട് വേണം പോവാന്. അല്ലെങ്കിൽ നമ്മുടെ കോർ വാല്യൂസ് നമ്മുടെ ഗോൾ സെറ്റിംഗിൽ അലൈൻ ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ അപ്പൊ നമുക്കൊരു ഡിഫിക്കൽട്ട് തോന്നും. കാരണം ഇതെല്ലാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതൊരവിടെ ബ്ലോക്ക് വരും. അപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുക. അതേസമയം നമ്മുടെ ഈ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൂടെ എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഗോൾ ആണ്. ആ ഫ്യൂച്ചർ ഗോളിനെ നമ്മൾ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഈസി ത്രൂ ആയിട്ട് കാര്യങ്ങൾ നടക്കുക. അഡ്വെഞ്ചർ, പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വെഞ്ചറസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾവേസ് അപ്ഡേറ്റഡ്, എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. എപ്പോഴും നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ തരത്തിലുള്ള കോർ വാല്യൂസിൽ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുക്കുക. അത് തെരഞ്ഞെടുത്തതിന് ശേഷം അതുമായിട്ട് അലൈൻ ചെയ്തു പോകുന്ന നമ്മുടെ ഗോൾ എന്താന്നുള്ളത് നമ്മൾ ആദ്യം നമ്മുടെ വിഷൻ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദെൻ അതിനനുസരിച്ചിട്ട് ഗോൾ സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഗോൾ സെറ്റിംഗ് ആദ്യം ചെയ്യണം, ദെൻ ആക്ഷൻ പ്ലാൻ. അത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻ എടുക്കണം. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം സ്മാർട്ട് ഗോൾസ് ആണ്. സ്മാർട്ട് ഗോൾസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്മാർട്ട് ഗോൾസ്, സ്മാർട്ട് ഗോൾസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. SMART, സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവന്റ്, ടൈം ബൗണ്ട്. ഇതാണ് സ്മാർട്ട്. സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവന്റ്, ടൈം ബൗണ്ട്. ഇതിനെയാണ് സ്മാർട്ട് എന്ന് പറയാ. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് സ്മാർട്ട്. ഇങ്ങനെ വേണം ഗോൾ സെറ്റ് ചെയ്യാൻ. ദെൻ വാട്ട് ഈസ് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവന്റ്, ടൈം ബൗണ്ട്? എന്താണ് ഇതെല്ലാം? നമ്മുടെ വിഷന്റെ കൂടെ നമ്മുടെ വാല്യൂസിന്റെ കൂടെ ഇതിനെ അലൈൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ. നമ്മുടെ വിഷൻ, നമ്മുടെ ഗോള് ക്ലിയർ ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. എന്താണ് നമ്മുടെ ഗോൾ എന്നുള്ളത് നമുക്ക് സ്വയം ക്ലിയർ ആയിരിക്കണം. വളരെ കൃത്യമായിട്ട് അതിന്റെ A to Z എല്ലാ കാര്യങ്ങളും വെൽ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് അവിടെ കൺഫ്യൂഷൻസ് ഒന്നും പാടില്ല. നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ആഫ്റ്റർ 5 years ഞാൻ ഈ ഒരു കാര്യങ്ങൾ നേടിയെടുക്കും എന്ന് നമ്മൾ ആ ഒരു ഗോൾ സെറ്റ് ചെയ്തു വെക്കുമ്പോൾ അത് സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ദെൻ മെഷറബിൾ, ട്രാക്ക് ദ പ്രോഗ്രസ് വിത്ത് നമ്പേഴ്സ് ഓർ മൈൽ സ്റ്റോൺ എന്ന് പറയാം. നമ്മുടെ ഓരോ പ്രോഗ്രസും നമ്പേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൃത്യമായ ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ടോ ട്രാക്ക് ചെയ്യാം. സോ നമ്മൾ ഇങ്ങനെ പറയാം, ആഫ്റ്റർ 1 year
ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷം ആകുമ്പോഴേക്കും ഞാൻ ഒരു 1 lakh rupees എന്ത് ചെയ്യും, എന്റെ ബാങ്ക് ബാലൻസിലല്ല, എല്ലാ മന്തും ഞാൻ സേവ് ചെയ്ത് വെക്കും. എന്റെ സേവിങ്സിൽ ഉണ്ടായിരിക്കും. എല്ലാ മാസവും ഞാൻ സേവ് ചെയ്യുന്നതിൽ 1 lakh rupees ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഓരോ വർഷവും ഞാൻ വീണ്ടും അത് ഇംപ്രൂവ് ചെയ്ത് വരും. ഈ രീതിയിൽ മെഷറബിൾ ആയിട്ടുള്ള ഇത്ര എമൗണ്ട് ഓഫ് റുപ്പീസ് നമ്മൾ സേവ് ചെയ്യും. അതും ഇത്ര എമൗണ്ട് ഓഫ് റുപ്പീസ് നമ്മൾ സേവ് ചെയ്യും. അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസിന്റെ കാര്യം വരികയാണെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് കിലോസ് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഗെയിൻ ചെയ്യും അല്ലെങ്കിൽ ലോസ് ചെയ്യും. അത് നമ്മൾ അവിടെ എന്ത് ചെയ്താണ്, മെഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ദെൻ അതിനെയാണ് എന്ത് പറയാ, മെഷറബിൾ എന്ന് പറയാ. റീഡിങ് ഹാബിറ്റ് ആണെങ്കിൽ, റീഡിങ് ഹാബിറ്റിനെ പറ്റി ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു മാസം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ഞാൻ വായിച്ചു തീർക്കും. ഒരെണ്ണം ഞാൻ തീർക്കും, അല്ലെങ്കിൽ 2 എണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. സോ ദെൻ അതെന്താണ്, മെഷറബിൾ ആണ്. നമുക്ക് ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ ഇത്ര എന്നുള്ള ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അവിടെ അലൈൻ ചെയ്ത് വെച്ചു. മൂന്നാമത്തേത് അച്ചീവബിൾ ആണ്. ചലഞ്ചിങ് ആയിരിക്കും, ബട്ട് റിയലിസ്റ്റിക് ആയിരിക്കണം. നമുക്കത് നേടാൻ പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ചലഞ്ചിങ് ആണ് എന്നുള്ളതായിരിക്കും, പക്ഷെ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള. ഉദാഹരണം നമ്മൾ ഇപ്പൊ പറയാണ്, ഞാൻ ചന്ദ്രനെ പോയി തൊട്ടിട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? എന്റെ വിഷനാണ്, ഞാൻ വെറുതെ പോയി അവിടെ പോയി തൊട്ടിട്ട് വരും പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഒരിക്കലും നമുക്കത് സാധിക്കില്ല. ആസ്ട്രോണറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, അതല്ലാതെ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അച്ചീവബിൾ ആയിരിക്കണം. അതിന് നമ്മൾ കോർ വാല്യൂസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ ഗോൾ സെറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അലൈൻ വിത്ത് യുവർ കോർ വാല്യൂസ്. നമ്മുടെ കോർ വാല്യൂസിനെ കൂടെ കൂട്ടിക്കൊണ്ട് ലോങ് ടേം വിഷനോടുകൂടി, കൃത്യമായ ഒരു ലോങ് ടേം വിഷനോടുകൂടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഗോൾ സെറ്റ് ചെയ്യാൻ. ആഫ്റ്റർ 5 years, ആഫ്റ്റർ 10 years, ആഫ്റ്റർ 3 years. അക്കാദമിക് വൈസ് ആണ്. ആഫ്റ്റർ 3 years ഞാൻ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കും. ആഫ്റ്റർ 2 years ഞാൻ എന്റെ PG കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓർ അതർവൈസ് ഞാൻ എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, PG കംപ്ലീറ്റ് ചെയ്യും, ദെൻ ഞാൻ PhD മാറും. ഞാൻ PhD കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അത് അച്ചീവ് ചെയ്യും. ഇത് ഒരു റെലവെന്റ് ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോളാണ്. ഈ രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ എത്തിപ്പെടും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെലവെന്റ് ആയിട്ടുള്ള ലോങ് ടേം വിഷൻ ആണ്. ആ ഒരു ലോങ് ടേം വിഷനില് നമ്മൾ എത്തുന്ന സ്ഥലം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്ത് നമ്മൾ PhD നേടി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്തു, ദെൻ നമ്മുടെ ഗ്രാജുവേഷൻ കോൺവൊക്കേഷൻ സെറിമണി വരികയാണ്. ദെൻ ആ സെറിമണി നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് കോൺവൊക്കേഷൻ സെറിമണിയാണ്. കോൺവൊക്കേഷൻ സെറിമണി നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇരിക്കാൻ തോന്നുമോ? ഇല്ല. നമ്മൾ അതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള വർക്കും ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ദിവസവും നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും. ഓക്കെ, തന്നെ ഇതൊന്നും അല്ല, എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്, എനിക്ക് ഇനിയും കാര്യങ്ങൾ എന്നെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, എനിക്ക് എന്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, എനിക്ക് എന്റെ ജസ്റ്റേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മുടെ ഹാൻഡ് ജസ്റ്റേഴ്സ്, ഫേഷ്യൽ ജസ്റ്റേഴ്സ്, ഇതിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്. എന്റെ അറ്റയർ മാറ്റാനുണ്ട്, എന്റെ അറ്റ്മോസ്ഫിയർ മാറ്റാനുണ്ട്, എന്റെ കമ്മ്യൂണിറ്റിയിൽ ചേഞ്ചസ് വരുത്താനുണ്ട്, ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റിയിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലാണ്, ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്ന വെച്ചാൽ നമ്മളും ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് പോകും. അതേസമയം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ നിൽക്കുന്ന വെച്ചാൽ നമ്മൾ നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളും പോകും, മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ പോകും. സോ അതിന് ഈ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം എനിക്ക് വരുത്താനുണ്ട്. ഓരോ ദിവസവും നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും.
ആൻഡ് ദെൻ ഈ ചേഞ്ചസ് എല്ലാം നമ്മളിൽ വളരെ കൃത്യമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ചേഞ്ചസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ആ കാണാൻ സാധിക്കുമ്പോൾ ഇറ്റ് വിൽ ബി കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിരിക്കും നമ്മള്. നമുക്ക് കാണുന്ന ഈ ഒരു ചേഞ്ചസ് നമുക്ക് എന്തായിരിക്കും, നമ്മളെ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ടൈം ബോണ്ട്. സ്പെസിഫിക് പറഞ്ഞു, മെഷറബിൾ പറഞ്ഞു, അച്ചീവബിൾ പറഞ്ഞു, റെലവെന്റ് പറഞ്ഞു, ദെൻ ടൈം ബോണ്ട്. സെറ്റ് എ ഡെഡ് ലൈൻ. അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ ഒരു ഡെഡ് ലൈൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഫ്റ്റർ 5 years, ആഫ്റ്റർ 10 years, ആഫ്റ്റർ 2 years, ആഫ്റ്റർ 1 month, ആഫ്റ്റർ 2 weeks. ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ആ ടൈം സെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഉള്ളിൽ നമ്മൾ ഇത് ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ ആ സമയം ആകുമ്പോഴേക്കും ഞാൻ ഈ വിഷ്വലൈസ് ചെയ്ത കാര്യം ഞാൻ നേടിയെടുക്കും. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ. അതിനെയാണ് സ്മാർട്ട് ഗോൾസ് എന്ന് പറയുക. സ്മാർട്ട് ഗോൾസ് യൂസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. ബിക്കോസ് നമ്മുടെ കോർ വാല്യൂസ് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായ ടൈം പീരിയഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും, അച്ചീവബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും, നമ്മൾ കൃത്യമായി മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും, സ്പെസിഫിക് ആയിരിക്കും, ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യം ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. നമുക്ക് അവിടെ ഡൗട്ട്സോ കൺഫ്യൂഷൻസും ഒന്നും വരാൻ പോകുന്നില്ല. വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് സ്മാർട്ട് ഗോൾസ്. സ്മാർട്ട് ഗോൾസ് എന്താന്ന് മനസ്സിലായോ? ക്ലിയർ അല്ലേ? സ്മാർട്ട് ഗോൾസ് ഇനി പറഞ്ഞു തരേണ്ടതുണ്ടോ? ക്ലിയർ മാഡം. ഓക്കെ, താങ്ക് യു. ദെൻ നമ്മൾ എന്ത് ചെയ്ത് സ്മാർട്ട് ഗോൾ യൂസ് ചെയ്തിട്ട് ഗോൾ സെറ്റ് ചെയ്യാണ്. ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മുന്നിൽ കൃത്യമായൊരു വിഷൻ ഉണ്ട്. നമ്മുടെ മുന്നിൽ കൃത്യമായൊരു വിഷൻ ഉണ്ട്. ആഫ്റ്റർ 5 years, ആഫ്റ്റർ 10 years നമ്മൾ കുറഞ്ഞു പോകുമൊന്നും വേണ്ട. നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റും. സ്വപ്നം കാണുന്നതിൽ കുറക്കൊന്നും വേണ്ട. നമ്മൾ എത്രത്തോളം നമ്മൾ സ്വപ്നം കാണുന്നു അത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. സ്വപ്നം കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ ഒന്നും ആയിരിക്കില്ല, നമ്മൾ ആരും ആയിരിക്കില്ല. പക്ഷെ നമ്മള് ആ ഒരു ആഗ്രഹം, വിഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് എത്തുക തന്നെ ചെയ്യും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് വരിക. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു വിഷൻ കാണുന്ന സമയത്ത് നമ്മൾ ആരും ആയിരിക്കില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ നമ്മള്. ബട്ട് നമുക്ക് എന്തായിരിക്കും, ആ ഒരു വിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളെ തന്നെ ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഫ്യൂച്ചർ ഗോള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അത് കൃത്യമായിട്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതുകൊണ്ട് സ്വപ്നം കാണുന്നതോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ നടക്കുമോ എങ്ങനെയൊന്നുമല്ല. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മളത് വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണ്, നമുക്ക് കൃത്യമായൊരു വിഷ്വലൈസ് ചെയ്ത് നമ്മൾ കൃത്യമായി വെച്ചിട്ടുണ്ട്, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അത് എന്ത് തന്നെ ആയാലും. ഇവിടെ ഒരു മാഡം പറഞ്ഞ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഇത്ര സമയം ആകുമ്പോഴേക്കും ഞാൻ ഈ ഒരു രീതിയിൽ എനിക്ക് അത് ഇമ്പ്രൂവ്മെന്റ് വരും. ഞാനൊരു പുതിയ കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്തു, ദെൻ ആ ഒരു വർഷം കഴിയുമ്പോഴേക്കും എനിക്ക് ഇത്ര എംപ്ലോയീസ് എനിക്ക് അധികം ഉണ്ടാവും, എനിക്ക് ഈ രീതിയിൽ പ്രോഫിറ്റ് ലെവൽ കൂടിയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും. അക്കാദമിക് വൈസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ UG ചെയ്തു, ദെൻ PhD MSc ചെയ്തു, അല്ലെങ്കിൽ PG ചെയ്തു, ദെൻ PhD കടന്നു, ഞാനത് കംപ്ലീറ്റ് ചെയ്തു. കരിയർ വൈസ് ആണെങ്കിലും എനിക്ക് പ്രൊമോഷൻസ് കിട്ടുന്നു, ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തു വരുന്നു. ഞാൻ കാരണം എന്റെ കമ്പനി പ്രോഫിറ്റിലോട്ടും ലാഭത്തിലോട്ടും വരുന്നു. ഇത് നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ്. സോ ഓൾവേസ് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.
സ്വപ്നം കാണുന്നതിൽ കുറവുകൾ വരുത്തുകയോ വേണ്ട. എപ്പോഴും നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി കോൺഫിഡന്റോടു കൂടി കാണാൻ പറ്റും. ബിക്കോസ് നമ്മൾ അതിന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആൻഡ് ആൾസോ ഈ രീതിയിലുള്ള ഒരു സ്മാർട്ട് ഗോൾസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് പ്രത്യേകിച്ച് അവിടെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ കോർ വാല്യൂസിന് അലൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്വപ്നം കാണുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വിഷൻ എന്താണെന്നുള്ളത് വളരെ ചെറുതായി പോവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ വലിയ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും. എന്താണോ നമ്മൾ നമ്മുടെ വിഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലോട്ട് നമ്മൾ എത്തും. ഹാർഡ് വർക്ക് ചെയ്യുക, സ്റ്റെപ്പ് ബാക്ക് ചെയ്യാതിരിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുക. അതന്നെ ഓരോ ദിവസം നമുക്ക് വരുന്ന ചേഞ്ചസ് തന്നെ നമുക്കുള്ള മോട്ടിവേഷൻ ആണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ മോട്ടിവേറ്റർ. നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനാ? നമ്മൾ ആര് തന്നെ നിർബന്ധിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ തന്നെ നിർബന്ധിക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ പോകണം. നമ്മുടെ പാഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സെൽഫ് അവെയർഡ് ആയിരിക്കണം. എന്താണ് നമ്മളെന്ന്, ഹൂ ആം ഐ. മുമ്പ് ഞാൻ സെൽഫ് അവെയർനെസിന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഹൂ ആം ഐ, നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കോർ വാല്യൂസ്, നമ്മുടെ പ്രയോറിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ പ്രയോറിറ്റീസിനെയൊക്കെ അലൈൻ ചെയ്തുകൊണ്ട്, കോർ വാല്യൂസിനെ അലൈൻ ചെയ്തുകൊണ്ട്, സ്മാർട്ട് ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കൃത്യമായ, അതാണ് ഞാൻ പറഞ്ഞ മെഷറബിൾ ആയിട്ടുള്ള, അച്ചീവബിൾ ആയിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ബോണ്ട് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കും. ആൻഡ് ദാറ്റ് ദ മൊമെന്റ് ഓഫ്, നമ്മൾ ആ ഒരു സക്സസ് ആയി നമ്മൾ ആ ഒരു അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഇറ്റ് വിൽ ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ്. അതായിരിക്കും നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്. നമ്മൾ ആ അത്രയും വർഷത്തെ ഹാർഡ് വർക്ക്, നമ്മുടെ ആഗ്രഹം, നമ്മുടെ സ്വപ്നം, അതെല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റും പിന്നെ വരാനില്ല. നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ എല്ലാം നമുക്ക് ഫേവറബിൾ ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ കോർ വാല്യൂസ് കൂടി അലൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് എല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ബിക്കോസ് എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാ പോകുന്നത്. നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ വിഷന്റെ കൂടെ, നമ്മുടെ ആ ഫ്യൂച്ചർ സെറ്റ് ചെയ്തതിന്റെ കൂടെ നമ്മളെ പ്രയോറിറ്റി കൂടി കാര്യങ്ങൾ നമ്മൾ വിഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മുന്നോട്ട് പോണത്. അപ്പൊ നമ്മള് ആ ഒരു സക്സസിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ എല്ലാം ഉണ്ട്. നമ്മൾക്ക് ഓരോ ദിവസം നമ്മൾ മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. തന്നെ ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്. പിന്നെ അത് എപ്പോഴും നിലനിന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ സക്സസ് ആയി, ഓക്കെ, ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ആയി, ഞാൻ എന്റെ വിഷൻ കംപ്ലീറ്റ് ചെയ്തു, ഞാൻ എന്റെ ഗോൾ കംപ്ലീറ്റ് ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചു, ഞാൻ അതിൽ നേടിയെടുത്തു. ഇനി എനിക്ക് വെറുതെ ഇരിക്കാം, ഇനി ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓരോ ദിവസം ഈ സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത കാര്യത്തിൽ നിന്നും കുറഞ്ഞു വരും. then അങ്ങനെ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നേരത്തെ പറഞ്ഞ ആക്റ്റീവ് ലേണിംഗ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എന്താണോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. നമ്മൾ പുതിയ ഹാബിറ്റ്സ് ചെയ്യുക. ഹാബിറ്റ്സ് നമ്മുടെ കൂടെ കൂട്ടുക. ആൻഡ് ഓവർകമ്മിങ് ചലഞ്ചസ്. നമ്മൾ ഈ ചലഞ്ചസിനൊക്കെ, നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ചലഞ്ചസ് ഉണ്ടാവും. ആ ചലഞ്ചസിനെ എങ്ങനെയാ നമുക്ക് ഓവർകം ചെയ്ത് വരാം, നമുക്ക് എങ്ങനെ മോട്ടിവേറ്റഡ് ആവാം എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് നമുക്ക് വരുന്ന ചേഞ്ചസ്. നമ്മൾ ഇതിനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ചേഞ്ചസ്, അത് നമുക്ക് മോട്ടിവേഷൻ ആണ്. അത് തന്നെ ആയിരിക്കണം നമ്മുടെ മോട്ടിവേഷൻ. നമ്മുടെ മുന്നിൽ ഒരു വിഷൻ ഉണ്ട്. ആ ഒരു വിഷനിലോട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും നമുക്ക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ, അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നു, ഇനി ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യില്ല, ഞാൻ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോട്ടിവേഷൻ, അതായിരിക്കണം നമ്മുടെ മോട്ടിവേഷൻ. ലാക്ക് ഓഫ് ടൈം നമുക്ക് ഉണ്ടായിരിക്കും, സമയത്തിന്റെ പരിമിതികൾ ഉണ്ടായിരിക്കും. ഈ സമയത്തിന്റെ പരിമിതികളെല്ലാം നമ്മുടെ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫേവറബിൾ ആക്കും. കൃത്യമായ ടൈം മാനേജ്മെന്റോട് കൂടി
കൃത്യമായ ടൈം മാനേജ്മെന്റോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ സമയത്തിന്റെ പരിമിതികളെല്ലാം നമുക്ക് എന്ത് ചെയ്യും, മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ ഒരു വിഷൻ ഉണ്ട്, ആ വിഷൻ സക്സസ് ചെയ്യാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ദെൻ ഈ ടൈം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പറയുന്നത് ഇതൊന്നും ഡിഫിക്കൽട്ടേ അല്ല. എനിക്ക് സമയമില്ല എന്നുള്ളതൊരു അതൊരു കാര്യമേ അല്ല. നമ്മൾ ആ സമയം നമുക്കത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ആ സമയം കണ്ടെത്തും. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി കണ്ടെത്തും. അതിനുവേണ്ടി വർക്ക് ഇരിക്കാനിരിക്കുന്ന സമയം അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സമയം, നമ്മൾ മാറ്റിവെക്കുന്ന സമയം നമുക്കൊരു നഷ്ടമായിട്ട് തോന്നില്ല. നമ്മൾ വെറുതെ കളയുന്ന സമയങ്ങളൊന്നും അങ്ങനെയുള്ള സമയങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കും. നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സമയങ്ങൾ, വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും വേസ്റ്റ് ചെയ്യുന്ന ടാസ്കുകൾ നമ്മൾ ഒഴിവാക്കും. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കും. ആൾവേസ് സോഷ്യൽ മീഡിയ സ്ക്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ തന്നെ അതെന്റെ ടൈം വേസ്റ്റ് ആണ്, എനർജി വേസ്റ്റ് ആണ്. എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട്, സോ തന്നെ അതിന്റെ ഇടയിൽ ഞാൻ ഇതും കൂടി ചെയ്യട്ടെ, അതിനുവേണ്ടി സമയം മാറ്റി വെക്കുക, ഇതിനൊരു സമയം മാറ്റി വെക്കുക. അവിടെ നമുക്ക് ടൈം മാനേജ്മെന്റ് വന്നു. കൃത്യമായ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ സാധിക്കും. ബ്രെയിൻ സ്റ്റോമിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയും. എപ്പോഴും മോട്ടിവേറ്റഡ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ഐഡിയാസ് ഒരുപാട് ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കൊണ്ടുവരിക. കുറെ ഐഡിയാസ് നമ്മൾ കണ്ടുപിടിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക ലൈഫിൽ. അത് നമുക്ക് എന്തായിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും. നമ്മൾ ഒരു ഐഡിയ മാത്രമല്ല, പലതരം ഐഡിയാസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അതിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കുക, അതിനെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടാവുക. അതിൽ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ബ്രെയിൻ സ്റ്റോമിംഗ് സ്ട്രാറ്റജീസ് എന്ന് അതിന് പറയാം. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്തിഷ്ക പ്രക്ഷോഭം. കുറച്ച് കട്ടിയുള്ള വാക്കാണ്, പക്ഷെ നമുക്ക് എന്താണെന്നോ വളരെ സിമ്പിൾ ആണ്. പുതിയ പുതിയ ഐഡിയാസ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോവുക എന്നുള്ളതാണ്. നമുക്ക് വെറുതെ ഇരിക്കാൻ നമ്മുടെ മനസ്സിനെ അനുവദിക്കാത്ത രീതിയിൽ, നമ്മളെ മോട്ടിവേറ്റ് ആക്കുന്ന രീതിയിൽ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയിരിക്കും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, ഇത് ചെയ്താൽ ഇങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആവില്ലേ, നമ്മുടെ ഈ വിഷൻ മാത്രമായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരുമ്പോ നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. ദെൻ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയും. നമുക്ക് ഇപ്പോ ഒരു റീഡിങ് ഹാബിറ്റ് ആണ്. ഒരു ഹാബിറ്റ് നമുക്ക് നിലനിർത്തി പോണം. അതിന്റെ കൂടെ നമുക്ക് വേറൊരു ഹാബിറ്റ്, നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് രാത്രി ഉറങ്ങുന്ന സമയം. അത് നമ്മുടെ ഹാബിറ്റ് ആണ്, നമ്മുടെ റുട്ടീന്റെ ഭാഗമാണ്, ഡെയിലി റുട്ടീന്റെ ഭാഗമാണ്. അപ്പൊ ഉറങ്ങുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് ഞാൻ എന്റെ ബുക്ക് വായിച്ചിട്ട് വേണം ഉറങ്ങാൻ എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് ആയി. നമ്മൾ എന്താ ചെയ്ത് നമുക്ക് ആ ഒരു റുട്ടീന്റെ ഭാഗമായി മാറും. നമ്മുടെ ഡെയിലി ലൈഫ് റുട്ടീന്റെ ഭാഗമായിട്ട് ഇത് മാറും. നമ്മൾ രാവിലെ മെഡിറ്റേഷൻ വരുന്ന ആളാണ്, ഡെയിലി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം. ആൾസോ രാവിലെ നമുക്ക് ഒരു 1 കപ്പ് ഓഫ് കോഫി നിർബന്ധമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രാവിലെ ഒരു കോഫി കുടിച്ചതിന് ശേഷം മെഡിറ്റേഷനിലോട്ട് വരും. ഇത് രണ്ടും കൂടിയും സ്റ്റാക്ക് ചെയ്ത് വെച്ചു. അത് നമുക്ക് ആദ്യം ഉള്ള ഒരു കാര്യമാണ്, ആദ്യമുള്ള ഒരു ഹാബിറ്റാണ്. ആ ഒരു ഹാബിറ്റിനെ മാറ്റിയിട്ട് പുതിയൊരു ഹാബിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക. ആദ്യം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, കോഫി കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ അതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അതിന് ആദ്യം ആ കോഫി കുടിക്കുക, അതിനുശേഷം നമ്മൾ മെഡിറ്റേഷനിലോട്ട് വരിക. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹാബിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല. പുതിയൊരു ഹാബിറ്റ്, മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ എന്നുള്ളൊരു ഹാബിറ്റ് നമുക്ക് ഇതിലൂടെ ആഡ് ആയി വന്നു. അതിന്റെ ഇടയിലുള്ള ഒരു സ്ട്രെസ് എന്ത് ചെയ്തു, കട്ട് ചെയ്തു പോയി. അതിന്റെ ഇടയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ട്രെസ്, കാരണം നമ്മൾ രാവിലെ കോഫി കുടിക്കുന്ന ആളാണ്, അത് കട്ട് ചെയ്തിട്ടാണ് ഇതിന് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ മെഡിറ്റേഷനേക്കാൾ കൂടുതൽ രാവിലെ കുടിച്ചുകൊണ്ടിരുന്ന കോഫിയുടെ മധുരമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ആസ്വാദനമായിരിക്കും. അപ്പൊ അത് ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിൽ വരുന്ന ആ ഒരു സ്ട്രെസ്സിനെ നമുക്ക് കട്ട് ഡൗൺ ചെയ്ത് കളയാൻ പറ്റും. അതിനെയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യമാണോ നമ്മളെ പുതിയ ഹാബിറ്റ് ആയിട്ട് എടുക്കുന്നത്, നമ്മൾ നിലവിലുള്ള ഹാബിറ്റിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് രണ്ടിന്റെ ഇടയിൽ വരുന്ന സ്ട്രെസ്സിനെ കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് ഒരുമിച്ച് അലൈൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്.
Then finding an accountability partner. നമ്മുടെ ഈ വാല്യൂസും നമ്മുടെ ഈ ഒരു വിഷനും നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ വിഷൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസിനെ എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ അതേ വിഷനോട് കൂടി കാണുന്ന ഒരു പാർട്ണർ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് നമുക്കുണ്ടെങ്കിൽ ഓൾവേസ് വി വിൽ ബി മോട്ടിവേറ്റഡ്. നമ്മൾ എപ്പോഴും തളർത്തിക്കൊണ്ടിരിക്കുന്നതിന് പകരം നമ്മുടെ അതേ വിഷനോട് കൂടി മുന്നോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ പറയാം നീ ഇതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമല്ല എന്ന് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കാട്ടിലും നമ്മൾ കാണുന്ന അതേ സ്വപ്നങ്ങൾ തന്നെയാണ് തൊട്ടുപ്പുറത്തിരിക്കുന്ന ആളും കാണുന്നത് എങ്കിൽ അത് നമുക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ എന്താണോ സ്വപ്നം കാണുന്നത് അതേ സ്വപ്നം തന്നെ നമ്മുടെ കൂടെയുള്ള ആളും കാണുകയാണെങ്കിൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് അവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല. ആൾസോ നമ്മുടെ ഐഡിയാസും അവരുടെ ഐഡിയാസും കൂടി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും, പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാ അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാം. ആ ഒരു മനസ്സ് അവർക്ക് കൂടി കിട്ടാൻ, അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ആവശ്യം. അത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ കൂടെ ഉള്ളവർക്ക് അതേ മനസ്സ് തന്നെ വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വിഷന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാണ്, നമുക്കതിൽ ചേഞ്ചസ് വരികയാണ്. ആ ചേഞ്ചസ് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാണ്. ആ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ അതിൽ മോട്ടിവേറ്റഡ് ആയിട്ട് അവർ നമ്മളിലേക്ക് വരും. ഇതൊക്കെ ഒരു പ്രോസസ് ആയിട്ട് നടന്നു പോകേണ്ടത്. നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് നമ്മളിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തിക്കൊണ്ട് നമ്മൾ ചേഞ്ച് ആവുന്നത് കണ്ടിട്ട്, നമ്മളിൽ വരുന്ന ചേഞ്ചസ് കണ്ടിട്ട് ഓക്കെ ദെൻ ഇവര് ചെയ്യുന്നതിൽ ഒരു കാര്യമുണ്ട്, അവര് ഒരുപാട് ചേഞ്ച് ആയി, അവര് മുമ്പ് കണ്ട പോലെയൊന്നുമല്ലോ, ഇപ്പൊ ഒരുപാട് മാറ്റം ഉണ്ടല്ലോ അവർക്ക്, ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് അവർക്ക് തോന്നണമെങ്കിൽ നമ്മളുടെ ചേഞ്ചസ് വേണം. അല്ലാണ്ട് അവരോട് പോയിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്, ഞാൻ ഒരുപാട് ചേഞ്ച് ആയി, നീ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വിശ്വാസം വന്നുകൊള്ളുന്നില്ല. അത് കാണണം, വിഷ്വലി അവർക്ക് കാണാൻ പറ്റണം നമ്മളുടെ ചേഞ്ചസ്. ആ കാണാൻ പറ്റുന്നതോടുകൂടി എന്തായി, അവരത് അക്സെപ്റ്റ് ചെയ്യും. ദെൻ നമ്മുടെ അതേ കൈൻഡ് ഓഫ് വ്യൂ അവർക്കും വരും. നമുക്കൊന്നും നിർബന്ധിച്ച് ചെയ്യിക്കാൻ സാധിക്കില്ല. അതേ പറഞ്ഞ നിർബന്ധിച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഇതെല്ലാം അതെ നിങ്ങൾ തേടുന്നത് എന്തോ അത് നിങ്ങളെയും തേടുന്നുണ്ട്. ജമാലുദ്ദീൻ റൂമി പറഞ്ഞ വാക്കുകളാണ്. അപ്പൊ നമ്മളിലെ ചേഞ്ചസ് വന്നിട്ട് നമ്മുടെ സറൗണ്ടിങ്സിലുള്ളവര് മോട്ടിവേറ്റഡ് ആവണം. സോ ദെൻ അവര് നമ്മുടെ കൂടെ ഉണ്ടാവും. അവർക്ക് അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യും. അവിടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യും. അങ്ങനെയാണ്. അതല്ലാതെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ആഗ്രഹം എന്താണോ, നമ്മുടെ വിഷൻ എന്താണോ, അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുമെന്ന് പോളോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ വിഷൻ എന്താന്നുള്ളത് കൃത്യമായ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ധാരണ നമ്മുടെ മുന്നിൽ ഉണ്ടാവണം. ഇത്ര സമയത്തിനുള്ളിൽ, ടൈം ബോണ്ടഡ് ആയിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇങ്ങനെയൊക്കെ നേടിയിട്ടുണ്ടായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു വീട് വെക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അതിന്റെ യാതൊരുവിധ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും കൃത്യമായ അതിന്റെ എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വെക്കുക. അതിന്റെ എല്ലാ സ്ട്രക്ചേഴ്സും, ഓരോ പില്ലേഴ്സും എവിടെയാണ്, എങ്ങനെയാണ്, ആ ഒരു സ്ഥലം എങ്ങനെയുണ്ടാകും, നമ്മൾ ആ ഒരു വീട്ടിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും. ആൾസോ ദ നെയിം ഓഫ് ദ ഹൗസ് ഓൾസോ. നമ്മൾ ആ ഒരു വീടിന് ഒരു പേരിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ പേരടക്കം ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. എനിക്കൊരു വീട് വേണം എന്ന് നമ്മുടെ മൈൻഡിൽ തോന്നുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന് നമ്മളൊരു പേര് വരെ ഇട്ട് വെച്ചിട്ടുണ്ട്. ദെൻ ഓട്ടോമാറ്റിക്കലി നമുക്കത് അതെല്ലാം നമുക്ക് ഫേവറബിൾ ആയി വരും. ആൾവേസ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ സെലിബ്രേറ്റിംഗ് സ്മാൾ വിൻസ്, ചെറിയ ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കുക.
വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ സന്തോഷിക്കുക, ആഘോഷിക്കുക. എനിക്ക് ഇന്നൊരു 1 hour സെഷൻ ഞാൻ എടുത്തു അല്ലെങ്കിൽ എടുക്കുകയാണ്. എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ കാണാൻ പറ്റുന്നു. നിങ്ങൾ തരുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന കാര്യമായിരിക്കും. ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഒന്നും വളരെ ചെറുതല്ല, എല്ലാം വളരെ വലുതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെയും വലുതായി കണ്ടുകൊണ്ട് നമ്മൾ ആഘോഷിക്കുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും 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 സന്തോഷിക്കാൻ തോന്നും. സങ്കടപ്പെടാൻ ആർക്കും തോന്നില്ല. അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ എന്ത് വാസന മനസ്സിൽ വരിക എന്നിങ്ങനെ പറയില്ലേ നമ്മളിങ്ങനെ ചെയ്യുമ്പോ, നമ്മളും അങ്ങനെ പറയലുണ്ടല്ലോ നമ്മളോട്. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ അത്രണ്ടത് പറഞ്ഞിരുന്നു. കണ്ടോ, മകൻ വന്നപ്പോ ഈ അത്ര ഇത് പോയേക്കാനുള്ളതും കൊണ്ടാ വന്നു. ആ വാസനന്റെ മനസ്സിൽ അപ്പോഴുള്ള വാസന ഇതായിരുന്നു. ആ വാസനക്കുള്ള അതും കൊണ്ടാവാൻ വന്നത്. അത് നമുക്ക് കിട്ടും. അതാണ് ആ വിശ്വം ചെയ്തിരുന്നു ഞാൻ. അതുപോലെ എന്റെ മോനെ സ്കൂൾ ചേർക്കണേ. പിന്നെ അപ്പൊ സാധാരണ സ്കൂൾ ചേർക്കാൻ അവിടുന്ന് ഇറങ്ങിയത് വരും. അപ്പൊ ചെന്നപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത് കുട്ടീനെ ഇങ്ങനെ പിന്നെ LKG ആണെങ്കിലും കൂട്ടിയിട്ട് നമ്മളുണ്ടല്ലോ മതപരമായിട്ടുള്ള ആ ഒരു സ്കൂളിൽ ചേർക്കണം എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു. ഇവരെ ഇറങ്ങിയപ്പോ അതിലുള്ള ഒരാളെ കണ്ടുവച്ച് ആ സ്കൂളിൽ പോയി ചേർത്ത് പോകുന്നു. സാധാ സ്കൂൾക്ക് ഇറങ്ങിയവന് അവന്റെ മനസ്സിൽ ഞാൻ ആദ്യം ചെയ്തു വെച്ചതാണ്. ഞാൻ വിചാരിച്ചൊരു സ്കൂളിലെ കുട്ടീനെ എത്തിക്കണം എന്നുള്ളത്, ചേർക്കണം. ഓരോ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കത് അതെ, നല്ല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക, നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുക. നമ്മുടെ ഒപ്പമുള്ളവർക്കും ഫേവറബിൾ ആവുന്ന രീതിയിൽ അവർക്കും എപ്പോഴും നന്മയെ മാത്രം ആഗ്രഹിക്കുക, നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുക. എന്നാൽ അതെപ്പോഴും എങ്ങനെയായിരിക്കും, അത് അതുപോലെ തന്നെ സംഭവിക്കും. നല്ലത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ നമുക്ക് വരും. പോസിറ്റീവായിട്ടുള്ള ഇതിന്റെ കയ്യിലുണ്ടോ, കയ്യിൽ തന്നപ്പോ എന്റെ മനസ്സിനുള്ളിൽ എത്ര ഹംദ് പറഞ്ഞെന്ന് പറയാനറിയില്ല. ഈ വാസന എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ്. അതെ, അതേ പറഞ്ഞു. നമ്മൾ വിഷ്വലൈസ് ചെയ്തു, നമ്മൾ ആഗ്രഹിച്ചു, അത് നമുക്ക് നേടിയെടുക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവൽ ഓഫ് ഹാപ്പിനെസ് ആണ്. ഇറ്റ് വിൽ ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ്. അതായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു വിഷൻ ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ള ഒരു ടോപ്പിക്കില് ആൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് വിഷൻ, എങ്ങനെയായിരിക്കണം വിഷൻ, അതിനു വേണ്ടി നമ്മൾ അലൈൻ ചെയ്യേണ്ടുന്ന കോർ വാല്യൂസ് എന്തൊക്കെയാണ്, ആ കോർ വാല്യൂസിനെ അലൈൻ ചെയ്തുകൊണ്ട് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതിൽ സ്മാർട്ട് ഗോൾസ് യൂസ് ചെയ്തിട്ട് കൊണ്ട് ഗോൾ സെറ്റ് ചെയ്യുക. അങ്ങനെ വേണം ഗോൾ സെറ്റ് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിന്റെ കൂടെ നമ്മുടെ ചലഞ്ചസ്, നമുക്ക് വരുന്ന ചലഞ്ചസിനൊക്കെ എല്ലാം നമുക്ക് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. എല്ലാം കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതെല്ലാ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു 10 minutes ഇന്ററാക്ഷൻ കൊടുക്കുകയാണ്. മനസ്സിലാവാത്ത കാര്യങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതല്ലാത്ത ടോപ്പിക് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളും ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളും ഇപ്പോൾ ചോദിക്കാം. നമുക്ക് 10 minutes ഇന്ററാക്ഷൻ ടൈം ഉണ്ട്. മാം ഞാൻ ചോദിക്കട്ടെ? അസ്സലാമലൈക്കും. യെസ്, ചോദിച്ചോ. എനിക്ക് വീടും സൗകര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് 2 മക്കളുള്ളത്. ഒരു മകൻ നാട് വിട്ട് പോയിക്കും, ഒരു മകനുണ്ട് ഖത്തറിലെ. ചെറിയ ജോലിയും കാര്യമൊക്കെ ആയിട്ട് കഴിയുന്നു. ഭർത്താവ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പൊ ഞാൻ എഴുതി വെക്കണ്ട, എന്റെ കയ്യിൽ ഒരു വരുമാനവും ഇല്ല. അപ്പോ അങ്ങനെയാകുമ്പോ എത്രത്തോളം അതിന് വാല്യൂ ഉണ്ടായി എഴുതി വെക്കണേലും ഇതിനൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലാകാറ്. മാറ്റങ്ങളും നമ്മളെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. സോ ദെൻ നമ്മൾ അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നമ്മൾ ഈ അഫർമേഷൻ ചെയ്യുക മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും.
നമ്മൾ അതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും അന്വേഷിക്കാൻ തുടങ്ങും. എങ്ങനെയൊക്കെ എനിക്ക് ഇത് മാറണം, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോ ദെൻ എനിക്ക് എന്ത് വേണം, എനിക്കത് സക്സസ് ആവണം, എനിക്ക് ഇത് നേടിയെടുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടാണോ നമുക്കത് സക്സസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഹെൽപ്പ് എന്താണോ വേണ്ടത് നമ്മൾ ചെയ്യും. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒന്നും ഉണ്ടായിരിക്കില്ല, അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്ന ഒരു വിഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമല്ലാത്തൊരു സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ കൃത്യമായ ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അഫർമേഷൻ ചെയ്ത് വെക്കുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ചെയ്യും തോറും നമുക്ക് വർക്ക് ചെയ്യാനുള്ള അതിന് വേണ്ടി ഫേവറബിൾ ആയിട്ടുള്ള ഐഡിയാസ് കിട്ടാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരും. അതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ ഇത് മാത്രമാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സിൽ ഈ ഒരു എഴുതി വെക്കുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത്, അല്ലേ? ഈ ഒരു ആഗ്രഹമാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അറിയാതെ തന്നെ നമ്മൾ ചിന്തിച്ചു പോകും, ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, അപ്പൊ ഞാൻ ഇനി എങ്ങനെ മാറണം, ഞാൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്താലാണ് മാറ്റം വരിക, അപ്പൊ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യാണ്. ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. അതിന് ആലോചിക്കാൻ വേണ്ടി ഒരിടത്ത് സമയം വരെ ഇരിക്കൊന്നും വേണമെന്നില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ കിച്ചണിൽ പണിയെടുക്കുകയായിരിക്കും, നമ്മൾ വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസ് ചെയ്യായിരിക്കും, എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ മൈൻഡിൽ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഓരോ ഐഡിയാസ് ഇങ്ങനെ വരും. ആ ഐഡിയ വരുമ്പോ അപ്പൊ തന്നെ ഓക്കെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ദെൻ എന്നെ കൊണ്ട് അത് തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് ആദ്യം നോക്കുക. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ സപ്പോർട്ട് നമ്മുടെ കൂടെയുള്ളവരുമായിട്ട് നമുക്കത് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്തിട്ട് ഇത് ഓക്കെ അല്ലേ, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കിയാലോ, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിത് അഫർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇത് കൂടുതലായിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ഒരു സയന്റിഫിക് വേർഡ് പറഞ്ഞ പോലെ ബ്രെയിൻ സ്റ്റോമിങ് നടക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള ഐഡിയാസ് നമുക്ക് ഇങ്ങനെ കയറി വരുമ്പോ, ബിക്കോസ് നമുക്കിതൊരു ആഗ്രഹമാണ്, നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ആവശ്യമാണ്. ആ ആവശ്യം നിൽക്കുമ്പോൾ നമുക്ക് ഐഡിയാസ് കൂടുതൽ വരുമ്പോ ആ ഐഡിയ എന്താണോ അത് അപ്പൊ തന്നെ പിക്ക് ചെയ്യണം. ആ ഐഡിയ അപ്പൊ തന്നെ പിക്ക് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്വയം ഡിസിഷൻ മേക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സ്വയം തീരുമാനിക്കാം, ഓക്കെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്, അത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. നമുക്ക് വരുമാനം കൂടാനാണെങ്കിൽ ഓക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നുകയാണെങ്കിൽ, നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്ത് നോക്കുക, എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നുണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിക്കുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക കൃത്യമായിട്ട്. വരും വരായി നമ്മളെ ഉൾക്കൊള്ളാത്ത നമ്മൾ പറയണ സ്വീകരിക്കാത്ത ആൾക്കാർ കൂടെ ഉള്ളതെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ, നമ്മുടെ ആവശ്യമാണെങ്കിൽ, നമ്മുടെ ആവശ്യം അവർക്കും കൂടി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ളതാണെങ്കിൽ തുടക്കത്തിൽ എതിർത്താലും നിരന്തരമായിട്ടുള്ള നമ്മുടെ പരിശ്രമം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ഓട്ടോമാറ്റിക്കലി അവർക്കും പോസിറ്റീവായിട്ട് കിട്ടി അവരും അതിലോട്ട് വരും. ഒന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പ്രതീക്ഷിക്കേ വേണ്ട. ഇന്ന് നമ്മൾ ആഗ്രഹിച്ചു നാളെ തന്നെ ഇത് നടക്കുന്നു പ്രതീക്ഷിക്കണം. നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് തന്നെയാണ് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മള് നല്ല സ്വസ്ഥവും സമാധാനം നല്ല സമ്പന്നതയോടുകൂടെ ജീവിച്ച ആൾക്കാരെ പെട്ടെന്ന് തകർച്ച മൂന്നിലൂടെ വന്ന അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഇപ്പൊ അപ്പോ അതെ, അതിൽ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ഉയർച്ചയ്ക്കും ഓരോ താഴ്ചയുണ്ട്, ഓരോ താഴ്ചയ്ക്കും ഓരോ ഉയർച്ചയുണ്ട്. അതെപ്പോഴും ഒരു വേൾഡ് ട്രൂത്ത് ആണ്, അതെപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്, ഇതിനൊരു താഴ്ച ഉണ്ടാവില്ല എന്നൊരിക്കലും വിശ്വസിക്കുക. താഴ്ച ഉണ്ടായിരിക്കും, അക്സെപ്റ്റ് ചെയ്യുക. ദെൻ നമുക്ക് അത് അതേപോലെ സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകാനൊന്നും പോകുന്നില്ല. അതിൽ നിന്ന് മാറ്റം വന്ന് നമ്മൾ ഉയർച്ചയിലോട്ട് വരുന്ന ഒരു സമയം ഡെഫിനറ്റ്ലി നമ്മുടെ മുന്നിൽ ഉണ്ടാവും എന്ന് കൃത്യമായ മനസ്സിൽ ഒരു ഉറപ്പിച്ച് നിൽക്കുക, കൃത്യമായ ഒരു ധാരണ മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുക. ആ വിശ്വാസത്തെ തന്നെ ഇപ്പൊ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. 8 വർഷമായി ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും സക്സസിലോട്ട് എത്തുക തന്നെ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ അങ്ങനെ വിശ്വസിച്ചു നാളെ തന്നെ രക്ഷപ്പെടുമെന്നല്ല, സമയമെടുത്തിട്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ക്ഷമയോടുകൂടി അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഹെൽത്ത് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഹെൽത്ത് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്തിന് ഒരുപാടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മള് അതെ ഒരുപാടുണ്ട് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പൊ ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഹെൽത്തിന് അതെ. ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഓരോ താഴ്ചയ്ക്കും ഓരോ ഉയർച്ച ഉണ്ടാകും. ആ ഒരു ഉയർച്ചയിലോട്ട് ഞാൻ എത്തുക തന്നെ ചെയ്യും. ഡെഫിനറ്റ്ലി ഞാൻ എത്തും. അത് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എത്തും. ആ ഒരു വിശ്വാസം കൃത്യമായി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഫേവറബിൾ ആയിരിക്കും. അതിനുവേണ്ടി നമുക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അത് നേടിയെടുക്കാനുള്ള അതിയായ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് മെഡിറ്റേഷന് വരുന്നതും ഇതുപോലെ ക്ലാസ്സിന് ഇരിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടി തെറാപ്പീസ് ചെയ്യുന്നതും EFT പോലുള്ള മെത്തേഡ് ചെയ്തും ഹീല് ചെയ്യുന്നതും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ അടിയിൽ ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ അല്ലേ? അങ്ങനെ ആലോചിച്ച് നിങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിട്ട് നമ്മള് കുറച്ച് പേര് അവിടെ അപ്പൊ നമ്മളെ മനസ്സ് അള്ളാന്റെ കുറച്ചു പേര് ഇവിടെ യുണൈറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ഈ ഒരു സക്സസിലോട്ട് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ, നിങ്ങൾ സീറോയിലല്ല നിൽക്കുന്നത്, നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലല്ല നിൽക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ്, നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സക്സസിലോട്ടുള്ള യാത്രയിലാണ്. യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ് ഈ ഒരു മോർണിംഗ് ക്ലാസ്സും അല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ ഒരു മൈൻഡിൽ കൃത്യമായിട്ട് ധാരണ വെച്ചുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ സക്സസിലോട്ട് എന്നുള്ള കൃത്യമായ വിശ്വാസം കൊണ്ടുവരിക. സക്സസ് ലൈഫിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഓക്കെ, then നമുക്ക് 7:27 സമയം ടൈം അപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ നമുക്ക് കാണാം. Hope you all are doing well. നിങ്ങളുടെ പുഞ്ചിരി നിറഞ്ഞ സന്തോഷത്തോടെയുള്ള ഈ ഒരു അത് തന്നെയാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഓരോ പുഞ്ചിരിയും ഓരോ പ്രാർത്ഥനയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ മാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും. താങ്ക് യു.